ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായിട്ട് 2024 ഡിസംബർ 20 അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് AFA ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ ക്രൈറ്റീരിയകളും പൂർത്തിയാക്കിയതിന് ശേഷം, എല്ലാ പെർമിഷനുകളും എടുത്തതിന് ശേഷം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പെർമിഷൻ എടുത്തതിന് ശേഷം നമ്മൾ അവരോട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്നാണ് കളി അനൗൺസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് കളികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഒക്ടോബർ നവംബർ 2 വിൻഡോകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 2025 ഒക്ടോബർ 6 തുടങ്ങി 14 വരെയും നവംബർ 10 തുടങ്ങി 18 വരെയുള്ള 2 വിൻഡോ ഉള്ളത്. ആ വിൻഡോയിൽ കളി തരാമെന്നാണ് നമ്മളുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് ഓൾറെഡി നമ്മൾ എഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്ത് കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, മാസം എഴുതിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരമാണ് നമ്മൾ AFA ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡിസ്കഷൻസ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മെസ്സി വരും വരില്ല, AFA വരും വരില്ല എന്നുള്ള കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇവരോട് നമ്മൾ ചോദിച്ചിരുന്നു, എന്നാണ് നമുക്ക് കളി ഏത് മാസത്തെ കളിയായിരിക്കും തരാൻ കഴിയുക എന്ന് നമ്മളോട് ഇവരോട് ചോദിച്ചിരുന്നു. ആ ചോദിച്ചതിനുള്ള മറുപടിയായിട്ട് അവർ പറഞ്ഞത്, അതിനിടയ്ക്ക് ചൈനയായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് അറിയ സമയത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ ചൈനയായിട്ട് ഈ വിൻഡോയിൽ കളി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ചൈനയായിട്ട് പ്ലാൻ ചെയ്തിരുന്നു, ഡിസ്കസ് നടത്തുന്നുണ്ട്, അത് നവംബർ മാസത്തേക്കാണ്, ഒക്ടോബർ മാസത്തിലാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക എന്ന് പറഞ്ഞ് കൃത്യതയോടുകൂടി നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിൽ അയച്ചതിന് ശേഷം നമ്മളെല്ലാ പെർമിഷൻസ് കിട്ടിയെന്ന് അറിയിക്കുകയും, നിങ്ങൾ പൈസ അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൈസ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് നമുക്കൊരു മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടി പ്രകാരം നമ്മൾ 2026 ജൂൺ 6 അവർക്ക് നമ്മൾ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ തുകയെ നമുക്ക് അവർക്ക് അയച്ചു. ആ അയച്ചതിന് ശേഷം 9 നമ്മൾ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ എന്ന് ചോദിച്ച് നമ്മൾ അവരോട് മെയിൽ അയച്ചപ്പോൾ കൺഫേം ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറയുകയും, 12 അവർ നിങ്ങൾ അയച്ച മുഴുവൻ പൈസയും ക്രെഡിറ്റായി എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ക്രെഡിറ്റ് ആയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിയാൻഡ്രോ പാർട്ടസ് എന്ന് പറയുന്ന അവരുടെ ഒരു മാർക്കറ്റിംഗ് ഹെഡുണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ഇദ്ദേഹമായി ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്ത് തരികയും ചെയ്തു. അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മെയിൽ വരുന്നു, 2026 സെപ്റ്റംബറിലേക്ക് കളി തരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. 2026 സെപ്റ്റംബറിൽ കളി തരുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. കാരണം നമ്മൾ AFA ആയിട്ട് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് 2025 ഒക്ടോബർ നവംബർ മാസത്തിലാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഒക്ടോബർ മാസത്തിൽ കളി തരാമെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവർ പറഞ്ഞ പ്രകാരമുള്ള ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് 2026 സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 2026 ജൂണിൽ ലോകകപ്പാണ്. അടുത്ത ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ഫുട്ബോൾ അർജന്റീന ടീമിനെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ റിപ്പോർട്ടർ TVക്ക് അതിനോട് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ 2026 ജൂണിൽ മുന്നേ, ലോകകപ്പിന് മുൻപ് വരുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് നല്ല താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ അവിടെ വിൻഡോ വേണം. AFA FIFA ആയിട്ട് ഉള്ള വിൻഡോ വേണം. FIFA ആയിട്ട് ഈ 2 വിൻഡോ കഴിഞ്ഞാൽ ആകെയുള്ളത് മാർച്ചിൽ മാത്രമേ ഒരു വിൻഡോയേ ഉള്ളൂ. ആ മാർച്ചിൽ വിൻഡോയ്ക്ക് വരാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ അവർക്ക് ലോകകപ്പ് വരികയാണ്. ആ ലോകകപ്പിൻ്റെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2025 മാർച്ചിലേക്ക് വേണമെന്ന് ചോദിച്ചാൽ മാർച്ചിലേക്ക് പോലും നമ്മൾ അവരങ്ങനെ ഉറപ്പ് തരികയാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് 2025 ഒക്ടോബർ നവംബർ മാസത്തേക്കാണ്. അതിനാവശ്യമുള്ള പൈസയാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. അവരുടെ ഈ 2021 ലോകകപ്പ് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ വിന്നിംഗ് ടീമുമായിട്ടാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. വിന്നിംഗ് ടീമിനെ ഇവിടെ കൊണ്ടുവരിക, ഇൻക്ലൂഡിങ് മെസ്സി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 കളിക്കാരെ അടക്കം ലോകകപ്പിൽ കളിച്ച സെയിം ടീമുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. ആ ടീമാണ് നമ്മൾ ഈ 2025 വരേണ്ടത്. പക്ഷേ അത് 26 കഴിഞ്ഞാൽ 2026 ഇവരാണോ ലോകകപ്പിൽ ജയിക്കാൻ പോകുന്നത് നമുക്കറിയില്ല, ഇവരാണോ 1ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് 26 ലോകകപ്പിന് ശേഷം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിനകത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണോ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് ആ എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് നമ്മളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 6 തീയതി ആയി കഴിഞ്ഞാൽ 2 മാസം പൈസ അവർ വാങ്ങിയിട്ട് 2 മാസമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ അവർ തരാം എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് ആരുമായിട്ടാണ്? AFAൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ടാണ്.
അപ്പോൾ അവർ നമ്മളോട് പറയുകയാണ് നിങ്ങൾ വേറെ ഒരാളോട് പോയി സംസാരിച്ച് ഒരു തേർഡ് പാർട്ടിയായിട്ട് സംസാരിച്ച് തീരുമാനം എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു ഏജൻസിയെ നിങ്ങൾക്ക് ഡിസ്കഷന് വേണ്ടി തരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ളത് ആ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്ലാനിങ്ങാണ് AFAനെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചതും ചെയ്തതും. കാരണം അത്രയധികം മുതൽ മുടക്കുള്ള ഒരു സംവിധാനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയുക എന്ന് പറയുന്നത് ഫുട്ബോളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത്രയും വലിയൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്തത്. ആ ഇവൻറ്റ് എന്ന് പറയുന്നത് അതാണ് 100 കണക്കിന് കോടി രൂപ മുടക്കുള്ള ഒരു ഇവൻ്റാണ്. ആ ഇവൻറ്റ് നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ടല്ല റിപ്പോർട്ടർ TV കണ്ടതും. അതുകൊണ്ടാണ് അവരോട് ആ രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റ് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം ഈ AFAനെ കൊണ്ടുവരിക, മെസ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നതേ ഇല്ല.